വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായി പരാതി. എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആരോപണം ഉയർന്നത്. പത്തനംതിട്ടയിൽ ചെയ്ത വോട്ട് മാറി വീണതായി പരാതി ഉയർന്നതിനെ തുടർന്ന് പ്രതിഷേധവുമായി ആന്റണി അടക്കമുള്ളവർ രംഗത്തെത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോത്തൻകോടുള്ള 43-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് പരാതി ഉയർന്നത്. പോത്തൻകോട് സ്വദേശി ലളിതമ്മയുടെ വോട്ട് മറ്റാരോ ചെയ്തെന്നാണ് ആരോപണം. ലളിതമ്മ വോട്ട് ചെയ്യാനായി എത്തിയപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. തുടർന്ന് ലളിതമ്മ ടെൻഡർ വോട്ട് ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിലെ കുന്നുകുഴിയിലും മണക്കാടും കള്ളവോട്ട് പരാതിയുമായി വോട്ടർമാർ രംഗത്തെത്തി. മണക്കാട് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ 147-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ രാജേഷ് എന്നയാളുടെ വോട്ട് മറ്റാരോ ചെയ്തുവെന്നായിരുന്നു ആരോപണം. കുന്നുകുഴിയിലും സമാന ആരോപണം ഉയർന്നു. പത്തനംതിട്ടയിലെ ഓമല്ലൂർ 205-ാം ബൂത്തിലെ വോട്ടർ ജോമോൻ കെ യേശുദാസിന്റെ വോട്ട് മറ്റാരോ ചെയ്തതായി കണ്ടെത്തി. തിരുവല്ല കുന്നന്താനം പാലക്കാത്തകടി UP സ്കൂളിലെ ബൂത്തിലും അടൂർ തെങ്ങമം 134-ാം നമ്പർ ബൂത്തിലും ആനപ്പാറ 237-ാം നമ്പർ ബൂത്തിലും ഒരാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തുവെന്നാണ് പരാതി. കുമ്പഴയിൽ കോൺഗ്രസിന് ചെയ്ത വോട്ട് BJP ചിഹ്നത്തിലാണ് തെളിഞ്ഞതെന്ന പരാതി ഉയർന്നു. പിന്നാലെ പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി ആന്റണി അടക്കമുള്ളവർ രംഗത്തെത്തി. വോട്ടർ ഷേർലി ഷിബുവിന് വീണ്ടും വോട്ട് ചെയ്യാൻ അവസരം നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഇടുക്കി കരിമണ്ണൂരും രാജകുമാരി ഖജനപ്പാറയിലും തൃശൂർ അന്തിക്കാടും കള്ളവോട്ട് നടന്നതായും പരാതിയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലെ പയ്യന്നൂർ കാറമ്മേൽ ALP സ്കൂളിലെ 78-ാം നമ്പർ ബൂത്ത് CPIM പ്രവർത്തകർ പിടിച്ചെടുത്തെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. തൃശൂർ പൂങ്കുന്നത്തെ 30-ാം നമ്പർ പോളിംഗ് ബൂത്തിലുണ്ടായ തർക്കം മൂലം ഏറെ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു. 45 വോട്ടുകൾ ഈ ബൂത്തിൽ അനധികൃതമായി ചേർത്തെന്നാരോപിച്ചായിരുന്നു തർക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. EP ജയരാജ്